ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സും അതുപോലെ സ്ട്രക്ചർ, ഷേപ്പ്, ഹൈബ്രിഡൈസേഷനൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റർഹാലജൻസ് ആണ്. ഓക്കെ, physical properties of interhalogen compounds, which are mostly covalent materials, are intermediate between those of the constituent halogens, except that their melting and boiling points are relatively higher. Interhalogen compoundsൻ്റെ physical properties ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഹാലജൻ ആറ്റംസ് ഏതൊക്കെയാണോ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് കാണിക്കുന്നത്. പക്ഷേ ആ ക്യാരക്ടറിലും എക്സെപ്ഷൻ വരുന്നുണ്ട്, അതിൻ്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്. ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് റിലേറ്റീവ്ലി ഹയർ ആണ് കമ്പയർ ടു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഹാലജൻസ്. Remaining other all properties are intermediate between those of the constituent halogens. Okay. അപ്പോൾ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻ ഗ്രൂപ്പിൽ തന്നെയുള്ള എലമെൻറ്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ്. അതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ഹാലജൻസ് ഗ്രേറ്റർ ആണെങ്കിൽ, ഇപ്പോൾ രണ്ട് ഹാലജൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ആ കമ്പൈൻ ചെയ്തിട്ടുള്ള ഹാലജൻസ് തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് വെരി ഹൈ ആണെങ്കിൽ ആ പെർട്ടിക്കുലർ കോമ്പൗണ്ട് മോർ പോളാർ ആയിരിക്കും. അപ്പോൾ മോർ പൊളാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ഗ്രേറ്റർ ആയിരിക്കും. സോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ആർ റിലേറ്റീവ്ലി ഹയർ. ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പാരാമീറ്ററാണ് തെർമൽ സ്റ്റെബിലിറ്റി. അപ്പോൾ ഈ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് കോമ്പൗണ്ട്സ് മോർ പോളാർ ആയിരിക്കും, ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെർമൽ സ്റ്റെബിലിറ്റിയും ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ കേസിൽ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ ഓൾ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ആർ ഡയാമാഗ്നറ്റിക്. എല്ലാ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സും ഡയാമാഗ്നറ്റിക് ആണ്. ദാറ്റ് മീൻസ് അതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കില്ല, എല്ലാ ഇലക്ട്രോൺസും പെയ്ഡ് ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയുമ്പം ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് എല്ലാം തന്നെ ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് റിയാക്ടിവിറ്റി സീരീസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ഹാലജൻസിനെക്കാട്ടിലും മോർ റിയാക്റ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ട് ഹാലജൻസ് കമ്പൈൻ ചെയ്തിട്ട് ഹാലജൻ മോളിക്യൂൾസ്, ഫ്ലോറിൻ മോളിക്യൂൾ, ക്ലോറിൻ മോളിക്യൂളൊക്കെ ഫോം ചെയ്യാറുണ്ട്. അതിൻ്റെ ഡിസോസിയേഷൻ എനർജിയും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാലജൻസ്, ഇൻ്റർഹാലജൻ കോമ്പൗണ്ടുകളിൽ രണ്ട് ഹാലജൻ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന നമ്മുടെ ഈ എക്സ് ഡാഷ് ബോണ്ട് എന്ന് പറയുന്നത് വെരി വീക്കാണ്. രണ്ട് ഐഡൻറ്റിക്കൽ ഹാലജൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബോണ്ടിനെക്കാട്ടിലും വീക്കറാണ് രണ്ട് ഡിഫറെൻറ്റ് ഹാലജൻസ് കമ്പൈൻ ചെയ്ത് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർഹാലജൻ കോമ്പൗണ്ടിലെ ആ ഒരു രണ്ട് ഹാലജൻസിനിടയിലുള്ള ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെരി ഈസിയാണ്. ഓക്കെ, പക്ഷേ എഫ് എഫ് ബോണ്ട് എന്ന് പറയുന്നത് വെരി വീക്കാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോൺ പെയേഴ്സ് ഇൻ ഫ്ലോറിൻ ആറ്റം ദർ എക്സ്പീരിയൻസ് എ സിഗ്നിഫിക്കൻറ്റ് റിപ്പൾഷൻ. അതുകൊണ്ട് തന്നെ എഫ് ബോണ്ട് വെരി വീക്കാണ്. അപ്പോൾ നമ്മളുടെ ഇൻ്റർഹാലജൻ കോമ്പൗണ്ടുകളിലെ ബോണ്ടുകൾ എഫ് ബോണ്ടിനെക്കാട്ടിലും സ്ട്രോങ് ആണ്. ബട്ട് CL BR I ഇതുപോലെയുള്ള ഐഡൻറ്റിക്കൽ ഹാലജൻ ആറ്റത്തിലെ ബോണ്ടുകളെക്കാട്ടിലും വീക്കും ആയിരിക്കും. പക്ഷേ ഫ്ലോറിൻ എഫ് ബോണ്ടാണ് ഏറ്റവും വീക്കായിട്ട് വരുന്നത്. അതിനുശേഷം ഇൻ്റർഹാലജൻ കോമ്പൗണ്ടുകളിലെ ബോണ്ടുകൾ വരും. അതിലും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടുകളാണ് ഫ്ലോറിൻ ഒഴികെയുള്ള അതർ ഐഡൻറ്റിക്കൽ ഹാലജൻ ആറ്റംസിൽ വരുന്ന ബോണ്ട്. ഓക്കെ, അപ്പോൾ ജനറൽ റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഇൻ്റർഹാലജൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുക്കുന്നത് ഒരു ഫ്ലൂറൈഡ് കോമ്പൗണ്ട് ആണെങ്കിൽ അതിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ വന്നിട്ടുണ്ട് ClF ഗ്രേറ്റർ ദാൻ BrF ഗ്രേറ്റർ ദാൻ IF എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കുന്നത് ClF ആണ്. ദെൻ ഏറ്റവും ലീസ്റ്റ് റിയാക്ടിവിറ്റി വരുന്നത് IF ആണ്.
ഓക്കെ. ദെൻ നമ്മൾ സെയിം ഹാലജൻസ് വരുന്ന കോമൺ ഹാലജൻസ് വരുന്ന കോമ്പൗണ്ട്സ് കൺസിഡർ ചെയ്യുമ്പം അതിൽ മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് ഏതിനാണോ ഹയസ്റ്റ് വാല്യൂ ഓഫ് എൻ ഉള്ളത്, എക്സ് ഡാഷിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഏതിലാണോ കൂടുതലുള്ളത് ആ ഒരു പെർട്ടിക്കുലർ ഇൻ്റർഹാലജൻ ആയിരിക്കും മോസ്റ്റ് റിയാക്റ്റീവായി നമുക്ക് ഒബ്സർവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ 3 കേസുണ്ട്, BrF5, BrF3 ആൻഡ് BrF. ഇതിലെല്ലാം കോമൺ ഹാലജൻസ് ആണ് വന്നിട്ടുള്ളത്. ബ്രോമിനും ഫ്ലൂറിനും തന്നെയാണ് 3 കേസിലും വന്നിട്ടുള്ളത്. ആകെ ഡിഫറൻസ് വരുന്നത് എക്സ് ഡാഷ് അല്ലെങ്കിൽ ഫ്ലൂറിൻ്റെ നമ്പർ ഓഫ് മോൾസിൽ മാത്രമാണ്. അപ്പോൾ കോമൺ ഹാലജൻസ് വരുന്ന കേസുകളിൽ ഇൻ്റർ ഹാലജൻസിൻ്റെ റിയാക്ടിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് ഡാഷ് ഏതിലാണോ കൂടുതലുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും. അപ്പം ദ കോമ്പൗണ്ട് വിത്ത് ദി ഹയസ്റ്റ് വാല്യൂ ഓഫ് എൻ ഈസ് ദ മോസ്റ്റ് റിയാക്റ്റീവ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് എമംഗ് കോമൺ ഹാലജൻസ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദാറ്റ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ട് വരുന്നത് BrF5 ആണ്. അത് കഴിഞ്ഞാൽ BrF3, ഏറ്റവും ലീസ്റ്റ് വരുമ്പോഴത്തേക്കും BrF. നമ്മൾ ജസ്റ്റ് രണ്ട് ഡിഫറെൻറ്റ് ഹാലജൻ ആറ്റംസ് വരുന്ന ഇൻ്റർഹാലജനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിയാക്ടിവിറ്റി വരുന്നതാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. ClFനായിരിക്കും കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ടാവുക, IFനായിരിക്കും ലീസ്റ്റ് റിയാക്ടിവിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള 2 ഇൻ്റർഹാലജൻസ് ആണ് ക്ലോറിൻ്റെ ഒരു ഫ്ലൂറൈഡ് കോമ്പൗണ്ട് ആയിട്ടുള്ള ClF3യും അതുപോലെ BrF3 ബ്രോമിൻ ട്രൈഫ്ലൂറൈഡും. ഇത് രണ്ടും മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള നോൺ ആയിട്ടുള്ള ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ആണ്. ആൻഡ് ഈ ClF3 BrF3യുടെ ഏറ്റവും വലിയ ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ആർ ആക്ടിങ് ആസ് ഫ്ലൂറിനേറ്റ് കോമ്പൗണ്ട്സ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഫ്ലൂറിനേറ്റ് കോമ്പൗണ്ട്സ്. ആൻഡ് നമ്മൾ ആക്ടിനൈഡ്സിനെയൊക്കെ ഫ്ലൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ ഹെക്സാഫ്ലൂറൈഡ്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ClF3 BrF3 ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ യുറേനിയം 235നെ ഫ്ലൂറിനേറ്റ് ചെയ്തുകൊണ്ട് യുറേനിയം ഹെക്സാഫ്ലൂറൈഡാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. U+3ClF3 ഗീവ്സ് UFX +3ClF. ഓക്കെ, അപ്പം ClF3 BrF3 ഒക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള interhalogen compounds ആണ്. They are used to fluorinate compounds and they are mainly fluorinate actinides to produce corresponding hexafluorides. Okay. Then നമുക്ക് ഇതിൻ്റെ റിയാക്ടിവിറ്റിയിലേക്ക് നോക്കാം. അപ്പം ആക്ഷൻ വിത്ത് വാട്ടർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, ആക്ഷൻ വിത്ത് ആൽക്കലി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോഡക്ട്സ് ഏത് രീതിയിലാണ് വരിക എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ഹാലജൻസിനെ പോലെ തന്നെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രോലിസിസ് നടക്കുന്നുണ്ട്. അവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഹാലജൻ ആസിഡ്. ഇപ്പം നമുക്കറിയാം ഇൻ്റർ ഹാലജൻ എന്ന് പറയുമ്പം 2 ഹാലജൻസ് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന കോമ്പൗണ്ടാണ്. അതിലൊരു ഹാലജൻ സ്മോളർ ഹാലജനും ഒരു ഹാലജൻ ലാർജർ ഹാലജനും ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, അതായത് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ടിനെ വാട്ടറുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ഹൈഡ്രോലിസിസിന് വിധേയമാവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ എടുത്തിരിക്കുന്ന ഇൻ്റർഹാലജൻ കോമ്പൗണ്ടിലെ സ്മോളർ ഹാലജൻ ഏതാണോ ആ സ്മോളർ ഹാലജിൻ്റെ ഒരു ഹാലജൻ ആസിഡ് നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് HX ഫോമിലുള്ളത്. ദെൻ ലാർജർ ഹാലജൻ ഏതാണോ ആ ലാർജർ ഹാലജൻ്റെ ഒരു ഓക്സോ ആസിഡുമാണ് നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ICl + H2O. ICl + H2O നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ICl + H2O കൺസിഡർ ചെയ്യുന്ന സമയത്ത് IClൽ നമ്മുടെ ലാർജർ ഹാലജൻ എന്ന് പറയുന്നത് അയഡിനാണ്. ക്ലോറിനാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻ്റർ ഹാലജനിലെ സ്മോളർ ഹാലജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ലാർജർ ഹാലജൻ്റെ ഓക്സോ ആസിഡാണ് നമുക്കിവിടെ ഫോം ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് ഹൈപ്പോ അയഡോസ് ആസിഡ്. നമ്മൾ എടുത്തിരിക്കുന്ന ഇൻ്റർ ഹാലജനിലെ സ്മോളർ ഹാലജനാണ് നമ്മുടെ ക്ലോറിൻ. സ്മോളർ ഹാലജൻ്റെ ഹാലജൻ ആസിഡ് ആയിട്ടുള്ള HX ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? Then move on to the next example, that is ICl3 interact with water molecule. Then we will get the products as HCl and iodous acid.
ഇവിടെയും ICl3 നമ്മൾ എടുത്തിട്ടുണ്ട്. സെയിം ലാർജർ ഹാലജൻ വരുന്നത് അയോഡീൻ ആണ്. ലാർജർ ഹാലജൻ്റെ പെർട്ടിക്കുലർ ഓക്സോ ആസിഡ് വന്നിട്ടുണ്ട്. സ്മോളർ ഹാലജൻ്റെ സ്മോളർ ഹാലജൻ്റെ ഒരു കറസ്പോണ്ടിങ് ഹാലജൻ ആസിഡാണ് നമുക്ക് പ്രോഡക്റ്റായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ IF7 എക്സാമ്പിൾ നോക്കാം. IF7 വരുമ്പോഴത്തേക്കും നമ്മൾ അയഡിനാണ് ലാർജർ ഹാലജൻ എന്ന് പറയുന്നത്, ഫ്ലൂറിനാണ് ഇവിടുത്തെ സ്മോളർ ഹാലജൻ. അപ്പോൾ സ്മോളർ ഹാലജൻ്റെ ഹാലജൻ ആസിഡായിട്ടുള്ള HF ആണ് പ്രൊഡക്റ്റായി വന്നിട്ടുള്ളത്. നമ്മൾ ലാർജർ ഹാലജൻ്റെ ഓക്സോ ആസിഡ് ഫോം ആയിട്ടുള്ള ഓർത്തോപീരിയോഡിക് ആസിഡ് H5IO6 ആണ് നെക്സ്റ്റ് ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഹാലോജൻസിനെ പോലെ തന്നെ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സും ഹൈഡ്രോലിസിസിന് അണ്ടർഗോൺ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ടിലെ ലാർജർ ഹാലജൻ ഏതാണോ ആ കറസ്പോണ്ടിങ് ഹാലജൻ്റെ ഒരു ഓക്സോ ആസിഡും, സ്മോളർ ഹാലജൻ ഏതാണോ സ്മോളർ ഹാലജൻ്റെ ഒരു ഹാലജൻ ആസിഡുമാണ് നമുക്ക് പ്രോഡക്റ്റായിട്ട് ഈ ഒരു കേസിൽ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആൽക്കലിയുമായിട്ടുള്ള ഒരു റിയാക്ഷനാണ് നോക്കുന്നത്. ആൽക്കലിയുമായിട്ടുള്ള റിയാക്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് സ്മോളർ ഹാലജൻ്റെ കറസ്പോണ്ടിങ് ഒരു ഹാലൈഡ് അയോണും ലാർജർ ഹാലജൻ്റെ ഹാലൈറ്റ്, പെർഹാലൈറ്റ് ഈ 4 ഫോമിലുള്ള ആനയോൺസുമാണ് നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സിനെ നമ്മൾ ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്മോളർ ഹാലജൻ ഏതാണോ ആ സ്മോളർ ഹാലജൻ്റെ കറസ്പോണ്ടിങ് ഹാലൈഡ് അയോണും, നമ്മൾ ലാർജർ ഹാലജൻ ഏതാണോ ലാർജർ ഹാലജൻ്റെ ഹാലൈറ്റ് ഫോം അല്ലെങ്കിൽ ഹാലൈറ്റ് ഫോം അല്ലെങ്കിൽ പെർഹാലൈറ്റ് ഫോം, അത് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ടിൻ്റെ ഫോം ഏതാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഏത് ആനയോണാണ് ലാർജർ ഹാലജനിൽ നിന്നും കിട്ടുക എന്ന് പറയാൻ കഴിയാം. അപ്പോൾ നമ്മൾ XX' ഫോമിലുള്ള ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? XX' ഫോമിലുള്ള ഇൻ്റർ ഹാലജനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എങ്കിൽ സ്മോളർ ഹാലജനിൽ നിന്നും നമുക്ക് ഹാലൈഡ് അയോണ് ആണ് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. XX' ഫോമിലാണ് നമ്മുടെ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് എങ്കിൽ ലാർജർ ഹാലജനിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഹൈപ്പോഹാലൈറ്റ് അയോണാണ്. ഇനി ഇൻ കേസ് നമ്മൾ X3' ഫോമിലുള്ള ഒരു ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് എങ്കിൽ നമുക്ക് സ്മോളർ ഹാലജന് കറസ്പോണ്ടിങ് ആയി ഒരു ഹാലൈഡ് അയോണും ലാർജർ ഹാലജനിൽ നിന്നും ഒരു ഹാലൈറ്റ് അയോണും ആണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമുക്ക് മൂവ് ഓൺ ടു ദ എക്സാമ്പിൾ നോക്കിക്കേ. IClനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് NaCl, NaOI ആൻഡ് H2O ആണ്. ഇവിടെ ICl ഈസ് ആൻ ഇൻ്റർ ഹാലജൻ compound which is formed from iodine and chlorine. Iodine is the largest halogen and here chlorine is the smallest halogen. അപ്പോൾ ക്ലോറിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഹാലൈഡ് അയോൺ NaCl വരുമ്പോൾ നമുക്കറിയാം Na+Cl- ആണ്. അപ്പോൾ ഇവിടെ Cl- എന്ന് പറയുന്ന ഒരു ഹാലൈഡ് അയോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ലാർജർ ഹാനയോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് ഹൈപ്പോഹാലൈറ്റ് ആണ്. കാരണം ഇവിടെ ICl എന്ന് പറയുന്നത് XX' ഫോമാണ്. അപ്പം NaOIയിൽ നമുക്ക് ഒരു ഹൈപ്പോഹാലൈറ്റ് ഫോമിലുള്ള ഒരു ആനയോണാണ് ഡിറൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ദെൻ BrF5 എന്ന് പറയുന്നത് X5' ഫോമിലാണ്. അപ്പോൾ ഇവിടെ എഗെയിൻ സ്മോളർ ഹാലജനായ ഫ്ലോറിൽ നിന്നും നമുക്ക് F- അല്ലെങ്കിൽ ഫ്ലൂറൈഡ് അയോണാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ലാർജർ ഹാലജനായിട്ടുള്ള ബ്രോമിനിൽ നിന്നും നമുക്ക് കിട്ടുന്നത് BrO3- പോലെയുള്ള പെർഹാലൈറ്റ് ആനിയോൺസ് ആണ്. ഹാലൈറ്റ് ആനിയോൺസ് ആണ്. പെർഹാലൈറ്റ് വരുന്നത് X7' ഫോമിലാണെങ്കിലാണ് X5' ആവുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഹാലൈറ്റ് ഫോമിലുള്ള ആനിയോൺസ് ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ആൽക്കലി മെറ്റൽ ഹാലൈഡ്സുമായിട്ട് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ആൽക്കലി മെറ്റൽ ഹാലൈഡ്സുമായി റിയാക്ട് ചെയ്ത് നമുക്ക് പോളി ഹാലൈഡ്സ് ആണ് പ്രോഡക്റ്റായിട്ട് തരുന്നത്. ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പം നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ആൽക്കലി മെറ്റൽസ് ഏതൊക്കെയാണ്? ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻസിയം ആണ് വരുന്നത്. അപ്പം ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള
ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ്, അതായത് LiX അല്ലെങ്കിൽ NaX, അപ്പോൾ ഇതേപോലെയുള്ള ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ് നമ്മുടെ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സുമായി ഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോളി ഹാലൈഡ്സ് ആണ്. അപ്പോൾ ഇവിടെ KCl ICLO റിയാക്ട് ചെയ്യുമ്പം നമുക്ക് KiCl2 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് കിട്ടുന്നത്, വിച്ച് ഈസ് എ പോളി ഹാലൈഡ്. Then cesium iodide combine with bromine chloride giving CS plus IBrCl minus. പോളി ഹാലൈഡ് ആണ്. IBrCl മൈനസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്ര ഹാലൈഡ് അയോൺസ് വന്നിട്ടുണ്ട്? അയഡിൻ വന്നിട്ടുണ്ട്, ബ്രോമിൻ വന്നിട്ടുണ്ട്, ക്ലോറിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? പോളി ഹാലൈഡ് ആണ്. ഒന്നിലധികം ഹാലൈഡ് ആനിയോൺസ് ഇവിടെ വന്നു. സോ ഇതൊരു പോളി ഹാലൈഡ് ആണ്. ഓക്കെ, അപ്പം ആൽക്കലി മെറ്റൽസ് ഹൈഡ്രോലിസിസ് നടക്കുന്നുണ്ട്. ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സിന് ഹൈഡ്രോലിസിസ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്മോളർ ഹാലജൻ്റെ ഒരു ഹാലജൻ ആസിഡും ലാർജർ ഹാലജൻ്റെ ഒരു ഓക്സോ ആസിഡുമാണ്. ഇനി ഇൻ കേസ് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സിനെ നമ്മൾ ആൽക്കലിയുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ആൽക്കലിയുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് സ്മോളർ ഹാലജന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഹാലൈഡ് അയോണും, അതേപോലെ നമ്മൾ ലാർജർ ഹാലജൻ ആണെങ്കിൽ XX' ഫോം ആണെങ്കിൽ ഹൈപ്പോ ഹാലൈറ്റ് അയോണും, XX3' ആണെങ്കിൽ ഹാലൈറ്റ് അയോണും, XX5' ആണെങ്കിൽ ഹാലൈറ്റ് അയോൺ ആൻഡ് XX7' ആണെങ്കിൽ പെർ ഹാലൈറ്റ് അയോണുമാണ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കുന്നത്. Then move on to the next reaction, that is interhalogen compounds when react with alkali metal halides it produces polyhalides. Okay, clear. The last one, നമ്മൾ ഹാലജൻസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡബ്ലി ബോണ്ടഡ് കോമ്പൗണ്ട്സിലേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ നമ്മൾ Cl2 Br2 ഒക്കെ നമ്മൾ ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ സിമിലർ ആസ് ഹാലജൻസ്, ഇൻ്റർ ഹാലജൻസ് ടൈപ്പ് XX', അതായത് ഏതൊക്കെ വരും? ClF വരും, BrF വരും. ഇതേപോലെ XX' ഫോമിലുള്ള ഇൻ്റർ ഹാലജൻസിനെ നമുക്ക് മൾട്ടിപ്പിൾ ബോൺസിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം കറസ്പോണ്ടിങ് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ, ഒരു ആൽക്കീനിലേക്ക് CH2 ഡബിൾ ബോണ്ട് CH2, എത്തീനിലേക്ക് നമ്മൾ ICl എന്ന് പറയുന്ന XX' ഫോമിലുള്ള ഒരു ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ടിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. അങ്ങനെ അയഡിനും ക്ലോറിനും നമ്മൾ ഈ ഒരു അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്തു. അതുവഴി ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുകയും നമ്മൾ Clഉം അയഡിനും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആഡ് ചെയ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 1-chloro 2-iodo-ethane എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.